പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടരുതെന്നറിയില്ലേ? AITUC പ്രവർത്തകരെ പരസ്യമായി ശാസിച്ച ബിനോയ് വിശ്വം. ഇങ്ങനെയുള്ള നേതാക്കൾ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്നതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ. രാഷ്ട്രീയം മലീമസമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ചില നേതാക്കളെങ്കിലും അതിനെതിരെ സഞ്ചരിക്കുന്നുണ്ടെന്ന വസ്തുത തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്വന്തം പാർട്ടിക്കാർ ചെയ്യുന്നതെന്തും ശരിയെന്ന് ന്യായീകരിക്കുന്ന നേതാക്കളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അണികളുടെ എണ്ണം കുറയുമോ എന്ന പേടിയാണ് നേതാക്കൾക്ക്. തെറ്റിനെ തെറ്റെന്നും ശരിയെ പ്രോത്സാഹിപ്പിച്ചും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത്ര തരം താണിരിക്കുന്ന ഒരു ചുറ്റുപാടിലും ചിലർക്കെങ്കിലും രാഷ്ട്രീയ മര്യാദകൾ കൈമോശം വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് കഥയിലെ നായകൻ. പൊതുനിരത്തിൽ സ്റ്റേജ് കെട്ടിയതിന് സ്വന്തം യൂണിയനായ AITUCയിലെ പ്രവർത്തകരെ പരസ്യമായി ശാസിച്ചു അദ്ദേഹം. പൊതുനിരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ, പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്നും ബിനോയ് വിശ്വം പ്രവർത്തകരോട് ചോദിച്ചു. നേതാവിന്റെ ശകാരത്തിന് പിന്നാലെ സ്റ്റേജ് പ്രവർത്തകർ പൊളിച്ചു മാറ്റുകയും ചെയ്തു. ഒരുപക്ഷെ പ്രവർത്തകരെ ശാസിച്ച് ശരിയുടെ വഴിക്ക് നടത്താൻ കെൽപ്പുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് ബിനോയ് വിശ്വമെന്ന് പറയാതിരിക്കാൻ വയ്യ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ AITUC സമരത്തിന് കിട്ടിയ സ്റ്റേജാണ് പൊളിച്ചു മാറ്റിയത്. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AITUCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തുടങ്ങി സെക്രട്ടേറിയറ്റ് വരെയായിരുന്നു സമരം. 2 ലോറികൾ ചേർത്തിട്ടായിരുന്നു സമരത്തിന്റെ ഭാഗമായുള്ള വേദി കെട്ടിയത്. ഇത് കണ്ടയുടനെ ബിനോയ് വിശ്വം പ്രവർത്തകരെ ശാസിക്കുകയും സ്റ്റേജ് അഴിച്ചു മാറ്റുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ വലിയ ഫ്ലെക്സ് വെച്ചത് വലിയ വിവാദമായിരുന്നു. സംഭവം വിവാദമായതിനു പിന്നാലെ നഗരസഭ ഫ്ലെക്സ് നീക്കം ചെയ്തിരുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ബിനോയ് വിശ്വം സ്വന്തം പാർട്ടിക്കാരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തിയെന്നത് ശ്രദ്ധേയമാണ്.